വലം കൈകൊണ്ട് എത്തിപ്പിടിച്ച് അവൻ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പെണ്ണിന് ശ്വാസം പോലും വിലങ്ങി. ആ വേണിയില്ലേ വിഷ്ണുവേട്ടാ, അവൾക്ക് ഇത്തിരി കൂടുന്നുണ്ട്. എന്നോട് ചുമ്മാ ചൊറിയാൻ വന്നയാ. എനിക്കാണെങ്കിൽ ദേഷ്യമായി. അതുകൊണ്ട് പിന്നെ അത് പറയാൻ വേണ്ടി വന്നതാ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ചുമ്മാ ഒരു ഓളത്തിനാണെന്നേ. സോറി. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും വിഷ്ണു തൻ്റെ കൈയെടുത്ത് അമ്മാളുവിൻ്റെ വയറിനു മേലെ വെച്ചു. വിഷ്ണുവേട്ടാ, ഒന്നും വേണ്ട കേട്ടോ, ഞാൻ ചുമ്മാ. അവൻ്റെ കൈ മേൽപോട്ട് ഉയർന്നു വന്ന് അവളുടെ മാറിലൊന്ന് പരതിയതും അമ്മാളു മേൽപോട്ട് ഉയർന്നു പോയി. എന്നാൽ അതിനു മുന്നേ വിഷ്ണു അവളെ പിടിച്ച് അവൻ്റെ ദേഹത്തേക്കിട്ടിരുന്നു. നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ മീശയും വെച്ച് നടക്കുന്നത്? പറഞ്ഞുകൊണ്ട് വിഷ്ണു അമ്മാളുവിനെ അല്പം കൂടി തന്നിലേക്ക് അമർത്തി. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞത് ഏട്ടാ, എനിക്കിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ചുമ്മാ ഏട്ടനെ ഒന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞതാ. അതല്ലേ കുഴപ്പമായത്. ഞാൻ ഇളകിപ്പോയിടി പെണ്ണേ. ഇനി എൻ്റെ ഇളക്കം തീർക്കണമെങ്കിൽ നീ വിചാരിക്കണം. എൻ്റെ അമ്മാളൂട്ടിന് സമ്മതമല്ലേ? അല്ല, ഒട്ടും സമ്മതമല്ല. ഞാൻ തമാശ പറഞ്ഞതാ. നിനക്ക് തമാശ പറഞ്ഞ് രസിക്കാൻ ഞാൻ തടി വല്ല കളിപ്പാവയാണെന്ന് കരുതിയ നീ? വിഷ്ണുവിൻ്റെ ശബ്ദം മാറിയതും അമ്മാളുവിനെ വിറച്ചുപോയി. അവളിൽ നിന്നും പിടിപ്പെട്ട ശേഷം വിഷ്ണു നിവർന്നു കിടന്നു. വിഷ്ണുവേട്ടാ, ഞാൻ അറിയാതെ, സോറി, ഇനി ആവർത്തിക്കില്ല, അമ്മാളു ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ വിഷ്ണു അങ്ങനെ തന്നെ കിടന്നു. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ വിഷ്ണുവേട്ടാ, അതിനിടയ്ക്ക് ഈ കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഇപ്പോൾ ആരാടി ഇതൊക്കെ പറഞ്ഞത്? കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാനാണോ നിൻ്റെ അരികിലേക്ക് വന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ടെങ്കിലും വിഷ്ണു അമ്മാളുവിനെ നോക്കി ചോദിച്ചു. അരണ്ട വെളിച്ചത്തിലും പരൽമീൻ കുഞ്ഞിലെ പോലെ പിടയുകയാണ് അവളുടെ മിഴികൾ. വെറുതെ വിഷ്ണുവേണ്ടി ഒന്ന് വരട്ടാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പോൾ ഒരു കുഞ്ഞൊന്നും വേണ്ട വിഷ്ണുവേട്ടാ. എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും നോക്കാം, അതുപോലെ. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി. രാവിലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണ്ടേ? നീ വിളക്ക് കൊടുത്തേ. നാളെയോ? അതെന്തിനാ? നിന്റെ അമ്മയല്ലേ പറഞ്ഞത് ജാതകദോഷം മാറ്റാൻ എല്ലാ വ്യാഴാഴ്ചയും അമ്പലത്തിൽ നീ വിളക്ക് കൊളുത്തണമെന്ന്? ഓ, അത് ശരിയാ, ഞാൻ മറന്നു വിഷ്ണുവേട്ടാ, സോറി. ഒരു ദിവസം എത്ര തവണ നീ സോറി പറയാമാളൂ? വിഷ്ണു ചോദിച്ചതും അവൾ തലവഴിയെ പുതപ്പിട്ട് മൂടിക്കിടന്നു. പെണ്ണിനെ വാരിപ്പുണർന്ന് 1000 ചുംബന പൂക്കാലം തീർക്കാൻ ആഗ്രഹമുണ്ട്. ഒരു കുട്ടിമാളുവിനെ തരണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ വേണ്ട, കൊച്ചുകുട്ടിയല്ലേ. ഡിഗ്രിയെങ്കിലും പാസ്സാകാതെ എങ്ങനെയാണ്? തൻ്റെ അടുത്തായി ചുരുണ്ടുകൂടി പുതച്ചു കിടക്കുന്നവളെ തലചരിച്ചു നോക്കിക്കൊണ്ട് വിഷ്ണുവും കിടന്നു. അടുത്ത ദിവസം കാലത്തെ സിദ്ധുവേട്ടനും അച്ഛനും കുറച്ച് വൈകിയായിരുന്നു ഓഫീസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവരുടെയൊപ്പം വേണിയോട് ഹോസ്പിറ്റലിൽ പോകാൻ വിഷ്ണു പറഞ്ഞു. കാരണം അമ്മാളുവിനെയും കൂട്ടി കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുത ശേഷം തിരികെ വന്ന് വേണിയെ കൂട്ടിക്കൊണ്ടുപോയാൽ കോളേജിലെത്തുമ്പോൾ വൈകുമെന്ന് അവൻ അറിയാമായിരുന്നു. കാലത്തെ 7 മണിയായപ്പോൾ വിഷ്ണുവും അമ്മാളുവും കൂടി പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് മീരേട്ടത്തി പറഞ്ഞുവെങ്കിലും വിഷ്ണു അത് സമ്മതിച്ചില്ല. ക്ഷേത്രത്തിൽ കയറി തൊഴുത ശേഷം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചോളാമെന്ന് അവൻ പറഞ്ഞപ്പോൾ പ്രഭയും മീരയും അതുമതിയെന്നർത്ഥത്തിൽ തലകുലുക്കി. ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിച്ച ശേഷം തീർത്ഥവും പ്രസാദവും മേടിച്ച് ഇരുവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടെ നിന്നും നേരെ പോയത് ഉടുപ്പി റെസ്റ്റോറൻറ്റിലായിരുന്നു. നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാർ വടയും ഒക്കെ കൂട്ടി കുശാലായിട്ടായിരുന്നു അമ്മാളു കഴിച്ചത്. ഇന്നിനി കോളേജിൽ പോകണം വിഷ്ണുവേട്ടാ, എനിക്ക് ആകെ മടിയായി. അവിടെ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടന്നു വരികയായിരുന്നു അമ്മു പറഞ്ഞു. വിഷ്ണു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചപ്പോൾ പെണ്ണിൻ്റെ മുഖം കുരിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരിടത്തേക്ക് ഒരു യാത്ര പോലും പോയിട്ടില്ലോ. എവിടേക്കെങ്കിലും ട്രിപ്പ് പോകായിരുന്നു. നീ ഉദ്ദേശിച്ചത് ഹണിമൂൺ ട്രിപ്പാണോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. എന്തെങ്കിലും ട്രിപ്പ്. വെള്ളിയാഴ്ച നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? ട്രിപ്പ് പോകാൻ നിന്നാൽ നിൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും ഒക്കെ നേർച്ച മുടങ്ങും. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. എനിക്ക് പിന്നെ ഓണം വെക്കേഷൻ എവിടെയെങ്കിലും പോയാലോ വിഷ്ണുവേട്ടാ? എനിക്കപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സും സെമിനാറും ഒക്കെ കാണും. വരട്ടെ, നോക്കാം. മതി. അവൻ പാതി സമ്മതം അറിയിച്ചതും അമ്മാള് തലകുലുക്കി. ആ വേണിയുടെ ക്യാരക്ടർ അത്ര ശരിയല്ല വിഷ്ണുവേട്ടാ. അവൾക്ക് ഏട്ടനെ കാണുമ്പോൾ ഒക്കെ ഇടിച്ചു കയറി മിണ്ടുന്നൊരു രീതിയാണ്. എന്നെ കാണുന്നത് അവൾക്ക് ചതുർത്ഥിയും. അതൊക്കെ നിന്റെ തോന്നലാണ് അമ്മാളു. വെറുതെ എഴുതാപ്പുറം വായിച്ച് മെനക്കെടാതെ. തോന്നലൊന്നും അല്ല വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയാ. ഇന്ന് നമ്മൾ രണ്ടാളും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് അവൾ എന്നെ നോക്കിയൊരു നോട്ടം. എൻ്റെ ഗുരുവായൂരപ്പാ, കൊല്ലുന്ന നോട്ടമായിരുന്നത്. അവൾ നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അത് നിനക്കെന്താ? ഒന്നുമില്ലെന്നേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
കോളേജ് എത്തും വരേക്കും അവൾ വേണിയെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ വിഷ്ണുവിനോട് പറഞ്ഞു. അവളുടെ നിഗമനങ്ങളൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്നുള്ളത് വിഷ്ണുവിനും വ്യക്തമായിരുന്നു. എങ്കിലും അവൻ മൗനം പാലിച്ചു. അവളെ തൻ്റെ വീട്ടിൽ നിർത്തിയത് അബദ്ധമായി പോയെന്ന് വിഷ്ണു കരുതിയെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം രവിയങ്കിൾ അവനെ ഫോൺ വിളിച്ച് ഒരു കാര്യം അവതരിപ്പിച്ചു. ബാംഗ്ലൂരുള്ള ഒരു വമ്പൻ വ്യവസായിയുടെ മകന്റെ വിവാഹാലോചന വേണിക്ക് വന്നുവെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ താല്പര്യമെന്നും പറഞ്ഞായിരുന്നു അയാളുടെ കോള്. നല്ല കാര്യമാണ് അങ്കിൾ. യോജിക്കുന്ന ബന്ധമാണെങ്കിൽ അത് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അങ്കിളിനും ഫാമിലിക്കും എന്നും ഉണ്ടാവും. വിഷ്ണുവിൻ്റെ കട്ട സപ്പോർട്ട് കൂടിയായപ്പോൾ അയാൾക്ക് പെരുത്ത സന്തോഷമായി. ഈ ഞായറാഴ്ച പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ എത്തുമെന്നും വേണിയെ ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടണമെന്നും രവി പറഞ്ഞപ്പോൾ വിഷ്ണു അത് സമ്മതിച്ചായിരുന്നു ഫോൺ വെച്ചത്. എന്നിട്ട് അവൻ സിദ്ധുവിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ വേണിയെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. താൻ പോയാൽ പിന്നെ അമ്മാളുവിനത് ഇഷ്ടമാകില്ല എന്ന് വിഷ്ണു കരുതി. ക്ലാസ് കഴിഞ്ഞ് തിരികെ വന്ന് അവൾ വണ്ടിയിൽ കയറിയപ്പോൾ വിഷ്ണു ഈ കാര്യം പറഞ്ഞു. കേട്ടതും പെണ്ണെന്ന് തുള്ളിച്ചാടി. എൻ്റെ ഗുരുവായൂരപ്പാ, എത്ര പെട്ടെന്ന് നീ എൻ്റെ പ്രാർത്ഥന കേട്ടത്. പാൽപ്പായസം വഴിപാടി നടത്തി ബ്രാഹ്മണപ്പെടുത്തി കൊടുത്തേക്കും കേട്ടോ. അവൾ മുകളിലേക്ക് നോക്കി കൊണ്ട് നെഞ്ചിൽ കൈവച്ചു. അത് കണ്ടതും വിഷ്ണു ചിരിച്ചുപോയി. അന്ന് രാത്രിയിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് വിഷ്ണു റൂമിലെത്തിയിട്ടും അമ്മാളു വന്നില്ല. താഴെ എല്ലാവരും കൂടി ചേർന്ന് വട്ടമേശ സമ്മേളനമായിരുന്നു. നാളെ വൈകുന്നേരം ആരുവും മിച്ചുവും ഋഷിക്കുടനും കൂടി റെഡിയായി നിൽക്കും. അമ്മാളു കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കുളിച്ചൊരുങ്ങി ഇല്ലത്തേക്ക് പുറപ്പെടുന്നു. ഞായറാഴ്ച വൈകുന്നേരം കുട്ടികൾ മൂവരും തിരിച്ചു വരുന്നു. എന്നാൽ അമ്മാളു അവിടെ അന്നും കൂടി നിൽക്കും. തിങ്കളാഴ്ച വൈകുന്നേരം കോളേജിൽ പോയ ശേഷം വിഷ്ണുവിൻ്റെ കൂടെ അവൾ തിരിച്ചെത്തുകയുള്ളൂ. അങ്ങനെ പോരെ അപ്പേ? അമ്മാളു മുഖം തിരിച്ചു ചോദിച്ചപ്പോൾ പ്രഭയും അത് ശരിവെച്ചുകൊണ്ട് കുട്ടികളുടെ അരികിൽ തന്നെ ഇരിപ്പുണ്ട്. അമ്മാളു! മുകളിൽ നിന്നും വിഷ്ണു വിളിക്കുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടി കയറിപ്പോയി. നിന്നെ എന്നും ഇങ്ങോട്ട് വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അതോ ഇനി അതിനുവേണ്ടി പ്രത്യേകം ആളെ ഞാൻ ഏർപ്പാടാക്കണോ? റൂമിലേക്ക് വന്ന് ഡോർ അടച്ച ശേഷം പിന്തിരിഞ്ഞ മാളുവിനെ നോക്കി വിഷ്ണു ദേഷ്യപ്പെട്ടു. ഇതാപ്പം നന്നായി. എനിക്ക് അവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് വിഷ്ണുവേട്ടൻ വിളിച്ചത്. പെട്ടെന്ന് തന്നെ ഞാൻ എത്തുകയും ചെയ്യല്ലോ. പിന്നെന്തിനാ എത്ര ദേഷ്യം? അമ്മാളു ഇരു കൈകളും എളിക്ക് കുത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. നിനക്ക് കാര്യങ്ങൾ ഏറെ പറയാനുണ്ടെന്ന് എനിക്കറിയാം. എത്ര പറഞ്ഞാലും മതിയാകാത്തും ഇല്ലല്ലോ. എന്നാലേ എനിക്ക് കിടന്നുറങ്ങാനുള്ളതാ. രാവിലെ മുഴുവൻ കുട്ടികളോട് അലച്ചലച്ച് വായിലെ വെള്ളം പറ്റി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നാലും അതേ ഏർപ്പാട് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് അല്പം ആശ്വാസം കിട്ടണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങണം എനിക്ക്. അപ്പോഴാണ് നിൻ്റെ ഓരോ തോന്നിവാസങ്ങൾ. വിഷ്ണു ദേഷ്യപ്പെട്ടുകൊണ്ട് ബെഡിലേക്ക് കയറി കിടന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് താളം പിടിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് കിടക്കാൻ നോക്ക് പെണ്ണേ. അവൻ്റെ ശബ്ദം മുറിയിലാകെ മുഴങ്ങി. പെട്ടെന്ന് തന്നെ അമ്മാളു ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൾ ബാത്റൂമിലേക്ക് നടന്നു. ഇവക്കിത് എന്തിൻ്റെ കേടാ? ഒന്ന് പറഞ്ഞാൽ പോരെ? പിറുപിറുത്തുകൊണ്ട് വിഷ്ണു എഴുന്നേറ്റ് ലൈറ്റ് വീണ്ടും തെളിയിച്ചു. അമ്മാളു ഇറങ്ങി വന്ന ശേഷം വീണ്ടും അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. അവൻ്റെ അരികിലേക്ക് നിശബ്ദയായി പെണ്ണ് വന്ന് കടന്നു. പിണങ്ങിക്കാണും. എന്നതേലും ഒന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ മുഖം വീർപ്പിച്ച് നടക്കും. അതാണ് ഇപ്പോഴത്തെ പതിവ്. മുഖം തിരിച്ച് അവനൊന്ന് നോക്കി. അവൾ കരയുകയാണെന്ന് വിഷ്ണുവിന് തോന്നി. ഇടയ്ക്കൊക്കെ ഒരു തേങ്ങൽ ഉയർന്നു വരും പോലെ. പെട്ടെന്ന് അവൻ തൻ്റെ വലം കൈ ഉയർത്തി അവളെ പിടിച്ച് തിരിച്ചു കിടത്തി. സംഗതി ശരിയായിരുന്നു. ആള് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. എന്താടി, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? വിഷ്ണുവിന് ഒന്നും മനസ്സിലായില്ല എന്നതായിരുന്നു സത്യം. അവൻ ലൈറ്റ് ഇടാനായി കൈ എത്തിച്ചതും അമ്മാളും അത് തടഞ്ഞു. ലൈറ്റ് ഒന്നും ഇടണ്ട വിഷ്ണുവേട്ടാ, പ്ലീസ്. പെട്ടെന്ന് അവൾ പറഞ്ഞതും വിഷ്ണു അവളെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് എന്താ പറ്റിയത്? പറഞ്ഞ അമ്മാളു. കരയാനും മാത്രം ഇപ്പം ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. ഇല്ല, പിന്നെന്താ? സങ്കടം വന്നിട്ടാ. എന്തിന്? നാളെ എൻ്റെ കൂടെ കിടക്കാൻ വിഷ്ണുവേട്ടനില്ലല്ലോ. എനിക്ക് വീട്ടിലേക്ക് പോകണ്ടേ? അതൊക്കെ ഓർത്തപ്പോൾ നെഞ്ചൊക്കെ പൊട്ടിപ്പോകാൻ പോലെ തോന്നി പറയുകയും അമ്മാളു വാവിട്ട് കരഞ്ഞു പോയിരുന്നു. ഒരു നിമിഷത്തേക്ക് വിഷ്ണുവും ആകെ വല്ലാതായി. ഇടിപ്പെണ്ണെ അല്പം മൃദുവായി വിളിച്ചതും അമ്മാളു പെട്ടെന്ന് വിഷ്ണുവിനെ ഇറുക്കപ്പുണർന്നതും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് അവൻ്റെ നെഞ്ചിൽ മുഖമുരുട്ടിക്കൊണ്ട് പെണ്ണ് കരഞ്ഞു. പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ അവനും പകച്ചുപോയി. നിമിഷങ്ങൾ കടന്നു പോയിക്കേണ്ടേയിരുന്നു. അമ്മാളു അവളുടെ തോളിൽ തട്ടിയിട്ടും പ്രതികരണമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ വിഷ്ണു ആ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി. എന്തിനാ പെണ്ണെ ഇങ്ങനെ കരഞ്ഞു മുറവിളി കൂട്ടുന്നത്? അതിനു മാത്രം ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. നിന്റെ വീട്ടിലേക്കല്ലേ. അമ്മയൊക്കെ നേർന്ന വഴിപാട് പൂർത്തിയാക്കണ്ടേ നിനക്ക്? അങ്ങനെയൊരു കാര്യം ഉള്ളതുകൊണ്ടല്ലേ നീ പോകുന്നത് പോലും.
എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മാളും അതൊന്നും കേൾക്കുന്നത് പോലുമില്ലെന്ന് വിഷ്ണുവിന് തോന്നി. എനിക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടല്ലേ. പിന്നെയും വിങ്ങിപ്പൊട്ടുന്നുണ്ടവൾ. ഒരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും കാലത്തെ നിന്നെ നിർമ്മാലം തൊഴിക്കാൻ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, പോരെ? കുറച്ച് നേരത്തെ എഴുന്നേൽക്കണമെന്നേ ഉള്ളൂ, അത് സാരമാക്കണ്ട. 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. കുട്ടികളൊക്കെ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുകയല്ലേ വിഷ്ണു ഏട്ടാ, ഇനി പോയില്ലേ മോശമല്ലേ? അല്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ടാൾക്കും കൂടി പോയാൽ മതിയായിരുന്നു. ഇടം കൈയാൽ കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മാളോ ഒന്ന് നിവർന്ന് കടന്നു. ആ സാരമില്ല, അമ്പലത്തിലെ കാര്യമല്ലേ, പോകാം. സ്വയം ആശ്വസിച്ചുകൊണ്ട് മിഴികൾ അടച്ചു കിടക്കുന്നവളെ കാണുന്തോറും വിഷ്ണുവിൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം പതഞ്ഞു പൊന്തി വന്നു. അങ്ങനെ തന്നെ അവൻ നോക്കിക്കിടന്നപ്പോൾ ഉണ്ട് അമ്മാള് പെട്ടെന്ന് കണ്ണു തുറന്നു. എന്താടി ഉണ്ടക്കണി, ഇനി എന്തെങ്കിലും നിനക്കെന്നോട് പറയാനുണ്ടോ? ഉണ്ട്. എൻ്റെ വിഷമത്തിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. ഇനിയിപ്പോൾ അതെന്താണാവോ, കേൾക്കട്ടെ. അല്ല, അത് പിന്നെ വേണിയില്ലേ, അവള് ഇനി തിരിച്ചു വരുമോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നീ ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ വിവാഹം ഉറപ്പിച്ചാൽ ഇനി വരില്ലായിരിക്കും അല്ലേ വിഷ്ണുവേട്ടാ? നീ വിളിച്ചു ചോദിക്കൂ, ദേ അവിടെ ഫോൺ ഇരിപ്പുണ്ട്. വിഷ്ണു മേശയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മാളുവിനോട് പറഞ്ഞു. ഉണ്ണിക്കണ്ണ, എങ്ങനെയെങ്കിലും അവളുടെ വിവാഹം നടന്നാൽ മതിയായിരുന്നു. ആ ശല്യം പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കത്തില്ലല്ലോ, സ്വയം പറഞ്ഞുകൊണ്ട് അമ്മാളു ഒന്നുകൂടി മിഴികൾ അടച്ചുകൊണ്ട് ചുവരിനോട് ചേർന്ന് തിരിഞ്ഞു കടന്നു. രാവിലെ വിഷ്ണു ഉറക്കമുണർന്നപ്പോൾ കാണുന്നത് ചുരുണ്ടുകൂടി തൻ്റെ ദേഹത്തേക്ക് ഒരു കാലും കൈയും എടുത്തു വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന അമ്മാളുവിനെയാണ്. അവൻ തൻ്റെ മിഴികളൊന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് പെണ്ണിൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. പെട്ടെന്ന് തന്നെ അവളും ഉറക്കം തെളിഞ്ഞെഴുന്നേറ്റു. കയ്യും കാലുമൊക്കെ അവൻ്റെ ദേഹത്താണെന്നറിഞ്ഞതും അമ്മാളുവിന് ചെറിയ ചമ്മല് തോന്നി. പതിയെ സൂക്ഷിച്ച് കാല് വലിച്ചെടുക്കാൻ ശ്രമിച്ചതും അവൻ ആ കാലിൽ പിടുത്തമിട്ടിരുന്നു. അപ്പോഴേക്കും പെണ്ണ് കുറച്ചുകൂടി അവനോട് ഒട്ടിച്ചേർന്ന് പോയിരുന്നു. നേരം പോയി വിഷ്ണുട്ടാ, എന്നും 5 മണിക്ക് ഉഴുന്നതല്ലേ, ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു. ക്ലോക്കിലേക്ക് പെട്ടെന്നാണ് അവൻ മുഖം തിരിച്ചു നോക്കിയത്. ശരിയാണ്, നേരം 6 മണി. വിഷ്ണുവിൻ്റെ കൈ ഒന്ന് അയഞ്ഞ നേരം കൊണ്ട് അമ്മാളു ചാടി എഴുന്നേറ്റോടി. സ്നേഹമാണ് പെണ്ണിന്, അത് ഓരോ ദിവസം ചെല്ലുന്നോറും കൂടിക്കൂടി വരികയാണ് എന്ന് വിഷ്ണുവിന് തോന്നി. മെല്ലെ എഴുന്നേറ്റ് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ അവൾ പോയത് നോക്കിയിരുന്നു. അന്ന് വൈകുന്നേരം കോളേജ് വിട്ട് വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ മുതൽ അമ്മാളു ആകെ ഡെസ്പാണ്. കാര്യം അറിയാവുന്നതുകൊണ്ട് വിഷ്ണു കൂടുതലൊന്നും ചോദിക്കാതെ രംഗം വഷളാക്കാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്തു. വിഷ്ണു ഏട്ടാ, കുറച്ച് കഴിഞ്ഞതും അമ്മാളു അവനെ വിളിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഏട്ടൻ കേൾക്കുന്നുണ്ടോ? പിന്നെ കേൾക്കാതെയാണോ നിനക്ക് ആൻസർ തരുന്നത്? ചുമ്മാ മൂളുമല്ലേ, അതുപോരെ? പോരാ, വ്യക്തമായിട്ട് പറയണം. ശരി, പറയാം. ആദ്യം നിന്റെ ചോദ്യം ഒന്ന് കേൾക്കട്ടെ. അല്ല, അത് പിന്നെ എന്തേ, മറന്നുപോയോ നീ? വിഷ്ണു മുഖം തിരിച്ച് അവളെ നോക്കി പേടിപ്പിച്ചു. ഇല്ലില്ല, ചോദിക്കാൻ തുടങ്ങുവേട്ടാ. എന്താ? എൻ്റെ കൂടെ ഏട്ടനും ഇല്ലത്തേക്ക് വരാമോ പ്ലീസ്? ദയനീയമായി തന്നെ നോക്കിക്കൊണ്ട് പറയുന്നവളെ അവൻ ഒന്നുകൂടി ഒന്ന് നോക്കി. അതൊന്നും നടക്കില്ല, ഇനി ഇമ്മാതിരി ചോദ്യം ആവർത്തിക്കരുത് കേട്ടല്ലോ. അവൻ്റെ വാക്കുകൾക്കപ്പോൾ ഒരു താക്കീതിൻ്റെ ധ്വനിയുണ്ടായിരുന്നു എന്ന് അമ്മാളുവിന് തോന്നി. ദയനീയമായി അവനെ ഒന്ന് നോക്കിയതല്ലാതെ അമ്മാളു ഒരു അക്ഷരം പോലും പിന്നീട് സംസാരിച്ചില്ല. വീട്ടിലെത്തിയപ്പോൾ കുട്ടികളൊക്കെ അമ്മാളുവിൻ്റെ ഒപ്പം പോകുവാനായുള്ള തയ്യാറെടുപ്പിലാണ്. വന്നപാടെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഋഷിക്കുട്ടൻ നിൽപ്പുണ്ട്. സിദ്ധുവേട്ടൻ്റെ കാറ് കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മാളുവിന് സംശയമായി. ഇനി എല്ലാവരും കൂടിയാണോ വരുന്നത് എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വന്നു. മോനെ, അവരൊക്കെ എന്തിയേ? ആരെയും കണ്ടില്ലല്ലോ. അച്ഛമ്മയും അമ്മയൊക്കെ റെഡിയാവുക ചേച്ചി. അച്ഛനും വരുന്നുണ്ട് നമ്മുടെ ഒപ്പം. ആണോ? അത് കൊള്ളാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലേ? ഉണ്ട്. എന്നാലേ ചേച്ചി വേഗം പോയി കുളിച്ച് ഫ്രഷായി വരാട്ടോ. മോനിവിടെ നിൽക്കേ. അവൻ്റെ തലമുടിയിൽ ഒന്ന് ചികഞ്ഞ ശേഷം അമ്മാളു പെട്ടെന്ന് അപ്പച്ചയുടെ റൂമിലേക്ക് കയറി ചെന്നു. അപ്പേ, സെറ്റ് സാരി ഞുറിഞ്ഞെടുത്ത് കുത്തിക്കൊണ്ട് നിൽക്കുകയാണ് പ്രഭ. അപ്പോഴാണ് പിന്നിൽ നിന്നും അമ്മാളു വന്ന് വിളിച്ചത്. മോളെ, മീരയ്ക്കൊരാഗ്രഹം, എല്ലാവർക്കും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന്. ആദ്യം വിഷ്ണുമുനെയായിരുന്നു വിളിച്ചു നോക്കിയത്, അവന് താല്പര്യമില്ലത്രേ. പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാനും പോയില്ല. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛനും സമയമില്ല. അങ്ങനെ ഒടുവിൽ അവൾ സിദ്ധുവിനെ വിളിച്ചു. അവൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ 2 ആൾ റെഡിയാകുന്നുണ്ട്. മോള് വേഗം പോയി കുളി, വൈകാതെ ഇറങ്ങാം. ഞങ്ങൾക്ക് രാത്രി തന്നെ മടങ്ങി പറയണം. അപ്പം പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് അവൾ മുകളിലെ മുറിയിലേക്ക് ഓടിക്കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ വിഷ്ണു തൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റുന്നുണ്ട്. അവനെ മൈൻഡ് ചെയ്യാതെ കൊണ്ട് പെണ്ണ് ചെന്ന് തൻ്റെ ബാഗ് മേശമേൽ വെച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചുരിദാർ എടുത്ത് തോളിലേക്കിട്ടിട്ട് കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴും
ആളുടെ മുഖം വീർത്തു തന്നെയാണ് ഇരിക്കുന്നത്. നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മുടിയൊക്കെ അഴിച്ചു തോർത്തി. എന്നിട്ട് കുളിപ്പിന്നിൽ പിന്നിയിട്ടു. കുറച്ച് ക്രീമും പൗഡറും ഒക്കെ എടുത്ത് മുഖത്തേക്കിട്ട ശേഷം ഒരു കുഞ്ഞിപ്പൊട്ടും തൊട്ടിട്ട് ഒന്ന് നിവർന്നു നോക്കി. വിഷ്ണു പാളി നോക്കിയപ്പോൾ ആളുടെ മുഖത്ത് അപ്പോഴും ഗൗരവമാണ്. നെറുകയിൽ അല്പം സിന്ദൂരമിട്ട ശേഷം അലമാര തുറന്ന് കുറച്ച് ടോപ്പുകളൊക്കെ എടുത്ത് അടുക്കി ഒരു കവറിൽ വെച്ചു. വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ മാറാൻ വേണ്ടിയുള്ളതാണ്. തിങ്കളാഴ്ചയിലെ ടൈം ടേബിൾ നോക്കി പുസ്തകമൊക്കെ എടുത്ത് അടുക്കി കോളേജിൽ കൊണ്ടുവന്ന ബാഗിലേക്ക് വെച്ചു. വിഷ്ണു ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന മട്ടിൽ കസേരയിൽ കാലുകൾ ഇളക്കി ഇരിപ്പുണ്ട്. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അതെടുത്ത് ആരോടോ സംസാരിച്ചുകൊണ്ട് ജനാലയുടെ അരികിലായി അവൻ പോയി നിന്നു. 5 മിനിറ്റ് നീണ്ട സംസാരത്തിന് ശേഷം വിഷ്ണു ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും അമ്മാളുവിൻ്റെ മുന്നിലേക്കായിരുന്നു. പോയിട്ട് വരാം ഏട്ടാ, എല്ലാവരും റെഡിയായി നിൽക്കുക. നിറഞ്ഞ മിഴികൾ അവനിൽ നിന്നും ഒളിപ്പിക്കുവാൻ പാടുപെട്ടുകൊണ്ട് അമ്മാളു സാവധാനം പറഞ്ഞു. തിങ്കളാഴ്ച വരില്ലേ? പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി.